ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പത്രക്കടലാസ് കൊണ്ട് 9 തൊപ്പികളാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് ഈ 9 തൊപ്പി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത് 2 താളായിട്ടുള്ള ഒരു പേപ്പറാണ്. അപ്പം നമ്മൾ ആദ്യം ഈ പേപ്പറിനെ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഭാഗം കറക്റ്റ് നടുവിനോട് ചേർത്ത് ഇങ്ങനെ മടക്കുക. ഇപ്പറ ഭാഗവും അതേപോലെ മടക്കുക. നമ്മളിപ്പോൾ നല്ലപോലെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്നാ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിങ്ങനെ മടക്കുക. ഇതിങ്ങനെ മടക്കുക. പിന്നെ നമ്മൾ ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ സൈഡ് കണ്ടോ, ഈ സൈഡ് വെച്ച് ഇവിടെ ഇങ്ങനെ മടക്കുക. ഈ സൈഡിൽ അങ്ങനെ നമ്മൾ ഈ ഭാഗവും ആക്കി കൊടുക്കണം. നമുക്ക് അപ്പുറ ഭാഗവും അല്ല, ഈ ഭാഗം ഇങ്ങനെ ഒന്ന് മടക്കണം. എന്നിട്ട് അടിഭാഗം നല്ലപോലെ തൂത്ത് കൊടുക്കണം. നമുക്ക് അപ്പുറ ഭാഗവും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പം നേരത്തെ മടക്കിയ പോലെ തന്നെ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ചാടിക്കയറിയൊന്നും ചെയ്യല്. ചെറിയൊരു വ്യത്യാസമുണ്ട്. നേരത്തെ നമ്മൾ ഈ ഭാഗം ഇവിടെ ഇങ്ങനെ മടക്കി, പക്ഷേ അപ്പുറ ഭാഗം അങ്ങനെ മടക്കണ്ട. അപ്പം നമ്മൾ ഇതിൻ്റെ സൈഡും മടക്കണ്ട. ഇങ്ങനെ നേരെ നമ്മൾ ഒന്നും കൂടി മടക്കുവാണ്. അപ്പം നമ്മൾ 2 ഭാഗവും മടക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ തൊപ്പി ആരുടെയാന്ന് വെച്ചാൽ കർഷകരുടെ തൊപ്പിയാണ്. എനിക്കൊന്നും കാണത്തില്ലേ, വലിയ തൊപ്പിയാണ്. ഇത് സാരമില്ല. അപ്പം വലിയവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു തൊപ്പിയാണിത്. ഇനി നമുക്ക് അടുത്ത തൊപ്പി ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ തൊപ്പി ഇതായിരുന്നു. ഇനി രണ്ടാമത്തെ തൊപ്പി എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിവിടെ 2 മടക്കായിരുന്നു മടക്കിയിരുന്നത്. അതിൽ ഒരു മടക്ക് നമ്മൾ തുറക്കണം. എന്നിട്ട് നേരത്തെ പുറകെ മടക്കിയതുപോലെ തന്നെ നമ്മൾ ഈ സൈഡ് മടക്കണം. 2 സൈഡും അതേപോലെ മടക്കണം. ഞാൻ നേരത്തെ നിങ്ങളോട് തന്നിരുന്നു. അപ്പോൾ നമ്മൾ 2 സൈഡും മടക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇങ്ങനെയും കൂടി മടക്കണം. നമ്മൾ ഈ 2 മടക്കി ഇവിടെ മടക്കി, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയും കൂടി മടക്കണം. എന്നിട്ട് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ തൊപ്പി. അപ്പം നമ്മളിപ്പം ഉണ്ടാക്കിയ തൊപ്പിയുടെ പേരെന്നാന്ന് വെച്ചാൽ ഫിഷർമാൻ ക്യാപ്പ്. അപ്പം ഞാനിത് വെച്ച് കാണിക്കാൻ പോവാണ്. എനിക്കൊന്നും ചെയ്യാം, ഇത് ചെയ്യും. ഇനി നമുക്ക് അടുത്ത തൊപ്പി ഉണ്ടാക്കാം. അപ്പം അടുത്ത തൊപ്പി ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ വെട്ടില്ലാത്ത ഭാഗം ഉണ്ട്. അതെ, ഇപ്പുറ ഭാഗത്തൊരു വെട്ടുണ്ട്. ഈ വെട്ടില്ലാത്ത ഭാഗം നമ്മൾ എടുക്കണം. ഈ ഭാഗം എടുത്തിട്ട് ഇതുണ്ട്, അതെ, ഇത് നമ്മളിങ്ങനെ മടക്കി വെച്ചായിരുന്നു. ഇത് നമ്മളിങ്ങനെ അയക്കണം. എന്നിട്ട് ഈ ഭാഗം അയക്കണം, ഈ ഭാഗം അയക്കണം. അപ്പം നമ്മളത് അയച്ച് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. അപ്പം നേരത്തെ നമ്മൾ ഇങ്ങനൊന്ന് മടക്കുക. എന്നിട്ട് ഇവിടെ വര വീഴ്ത്തുക. അത് നമ്മൾ തിരിച്ച് അതേപോലെ എടുക്കുക. എന്നിട്ട് ഈ ഭാഗം ഉണ്ടോ, നമ്മൾ ഈ വര വീഴ്ത്തിയ സ്ഥലത്തോട്ട് ഈ ഭാഗം ഇങ്ങനെ മടക്കുക. ഇപ്പറ ഭാഗവും അതേപോലെ തന്നെ മടക്കുക. എന്നിട്ട് നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഭാഗം ഉണ്ടോ, ഈ ഭാഗത്തെ ഇവിടെ ഇങ്ങനൊരു സ്ഥലമുണ്ട്, ഇതുണ്ടോ പോക്കറ്റ് പോലെ. ആ സ്ഥലത്തോട്ട് നമ്മൾ ഇത് ഇങ്ങനെ കയറ്റി വെക്കണം. ഉണ്ടോ, അതെ, നമ്മളിങ്ങനെ കയറ്റി വെക്കണം. അപ്പം ഈ തൊപ്പി എന്നതാന്ന് വെച്ചാൽ പറയാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ തൊപ്പി അഥവാ പോപ്പ് ക്യാപ്പ്.
പോപ്പ് ക്യാപ്പ് എന്നറിയപ്പെടുന്ന തൊപ്പി അഥവാ പള്ളിയിലച്ചന്മാരുടെ തൊപ്പി. ഇത് നമുക്ക് നല്ല പോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കടുത്ത് 4ാമത്തെ തൊപ്പി നോക്കാം. അപ്പോൾ നമ്മൾ 3ാമത്തെ തൊപ്പി ഇങ്ങനെയായിരുന്നു. ഇനി നമുക്ക് 4ാമത്തെ തൊപ്പി നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഭാഗം ഇതുണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു ഭാഗമുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കയറ്റി മടക്കി വെക്കണം. നല്ലപോലെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ഈ ഭാഗമൊക്കെ നമ്മളിങ്ങനെ മടക്കുമ്പം കീറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ 4ാമത്തെ തൊപ്പി. അപ്പം നമ്മുടെ 4ാമത്തെ തൊപ്പി ഞാൻ വെച്ച് കാണിക്കാം. അപ്പം ഇതാണ് നമ്മുടെ 4ാമത്തെ തൊപ്പി. നെഹ്റു തൊപ്പി എന്നാണ് ഇതിൻ്റെ പേര്. നെഹ്റു ക്യാപ്പ്. അപ്പം ഇതാണ് നമ്മുടെ 4ാമത്തെ തൊപ്പി. ഇനി നമുക്കടുത്ത് 5ാമത്തെ തൊപ്പി ഉണ്ടാക്കാം. അപ്പം നമ്മൾ 5ാമത്തെ തൊപ്പി ഉണ്ടാക്കാൻ പോവാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുണ്ടോ, ഇവിടെ ഇങ്ങനെ നമ്മുടെ തലയിടുന്ന ഭാഗത്തോട്ട് നമ്മൾ ഇങ്ങനെ കൈ കയറ്റണം. എന്നിട്ട് ഈ മൂലയ്ക്ക് ഒന്ന് കൈ വെച്ചിട്ട് നമ്മളാദ്യം ഇങ്ങനെ ആക്കണം. എന്നിട്ട് മൂലയ്ക്ക് ഒന്ന് കൈ വെച്ചിട്ട് ഇങ്ങനെ ആക്കണം. എന്താ നല്ലവണ്ണം മടക്കി കൊടുക്കണം. അതേപോലെ തന്നെ നമ്മൾ 2 സൈഡും ചെയ്തെടുക്കണം. ഇനി ഈ തൊപ്പിയുടെ പേരെന്താ അവിടെ പറയാം. അപ്പൊ നമ്മുടെ 5ാമത്തെ തൊപ്പിയാണ്. ഇതിന്റെ പേരെന്താന്ന് വെച്ചാൽ കോമാളി ക്യാപ്പ്. കണ്ടാ, ഇത് ചേരുന്നില്ല, എന്നാലും ലൂസാണ്. കണ്ട, എൻ്റെ ഒരു കൈയും കൂടി കയറാനുള്ള ഇടയുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഇതൊക്കെ മതി. നല്ലപോലെ ചെയ്യുന്നുണ്ട് കോമാളി തൊപ്പി. നമുക്ക് 6ാമത്തെ തൊപ്പി ഉണ്ടാക്കാം. 6ാമത്തെ തൊപ്പി ഏതാന്ന് വെച്ചാൽ ഈ ഭാഗം കണ്ടോ, ഈ ഭാഗം നമ്മൾ ഈ വിടവിലോട്ട് കയറ്റി വെക്കണം. ഇങ്ങനെ മടക്കി ഇങ്ങനെ കയറ്റി വെക്കണം. അപ്പം നമ്മളിത് ഈ ഭാഗം കയറ്റിയിട്ടുണ്ട്. അങ്ങനെ 2 ഭാഗവും കയറ്റുക. അല്ല, ഒരു ഭാഗം മാത്രം കയറ്റുക. ഒരു ഭാഗം മാത്രം കയറ്റുക. അപ്പം ഈ തൊപ്പി എന്നതാണ് മണ്ടിക്കുന്നത്. അപ്പം നമ്മുടെ 6ാമത്തെ തൊപ്പിയാണ് രാജാവിൻ്റെ തൊപ്പി. അപ്പോൾ ഇതിൻ്റെ പേരാണ് കിരീടം. നമ്മൾ കിരീടം എന്നും പറയും, കിങ് ക്യാപ്പ് എന്നും പറയും. നേരത്തെ തെറ്റിപ്പോയ രാജാവ് ക്യാപ്പ് എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് 7ാമത്തിലേക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ 7ാമത്തെ തൊപ്പി നമുക്ക് നോക്കാം. 7ാമത്തെ തൊപ്പി എങ്ങനെയാന്ന് വെച്ചാൽ ഇത് കണ്ടോ, നമ്മൾ നേരത്തെ രാജാവിൻ്റെ കിരീടം പോലെ വെച്ചത് ഈ ഭാഗം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറ്റി വെക്കുക. അപ്പം നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ തൊപ്പി എന്ന് വെച്ചാൽ ദേ മുസ്ലിം തൊപ്പി. മനസ്സിലായില്ലേ? അപ്പം അതെ ഇതുപോലെ ഇരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ മുസ്ലിം തൊപ്പി. നമുക്ക് 8ാമത്തെ ഉണ്ടാക്കാം. 8ാമത്തെ തൊപ്പി നോക്കിയാലും 8ാമത്തെ തൊപ്പി എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഭാഗം ഇങ്ങനെ ഊരുക. പൊക്കൊന്നും വേണ്ട, ഇങ്ങനെ ഊരി വെച്ചാൽ മതി. പിന്നെ അങ്ങനെ നമ്മുടെ 3 ഭാഗങ്ങളും നമുക്ക് ഊരിയെടുക്കാം. ഈ ഭാഗങ്ങളിൽ നമ്മൾ ഊരിയെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പം നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് പണ്ട് കാലത്തെ പോലീസ് ക്യാപ്പാണ്. കണ്ട, ഇത് പണ്ട് കാലത്തെ പോലീസ് ക്യാപ്പ്. ലാസ്റ്റ് ആൻഡ് ഫൈനലാണ് നമ്മുടെ 9ാമത്തെ തൊപ്പി നമുക്ക് ഉണ്ടാക്കാൻ പോകും. അപ്പം ഇതാണ് നമ്മുടെ 8ാമത്തെ തൊപ്പി. 9ാമത്തെ തൊപ്പി എങ്ങനെ നമുക്ക് നോക്കണ്ടേ? ഈ ഭാഗം ഇതുണ്ടോ, മുമ്പിലത്തെ ഈ ഭാഗം നമ്മൾ ഇങ്ങനെ മടക്കണം. ഇതാണ് നമ്മുടെ 9ാമത്തെ തൊപ്പി. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനലായ 9ാമത്തെ തൊപ്പി. ഇതിൻ്റെ നിങ്ങൾ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല. ഡിഗ്രിയൊക്കെ പാസ്സായി കഴിയുമ്പം കിട്ടുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുതേ. ബൈ.